ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. ഏത്? വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. ഇത് തീർച്ചയായിട്ടും മോഹൻലാലിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ മലയാളി കാണാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ്. ആക്ച്വലി നിങ്ങൾ വെളിയിൽ എനിക്കറിയില്ല എത്രത്തോളം അതിനെക്കുറിച്ച് അറിയുന്നത്. ഇറ്റ്സ് എ ബിഗ് ഫിലിം, വലിയ സിനിമയാണത്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാമെന്ന് വിചാരിക്കും. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്ററിൽ അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ഇൻട്രോ സീൻസ് ഒക്കെ ഇൻട്രോ മോഹൻലാൽ പൊളിച്ച് ഇൻട്രോയ്ക്ക് അതിനുശേഷം ഒരു സീനുണ്ട്, അതാണ് സൂപ്പർ. പിന്നെ ലാലേട്ടനൊക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, അതിനെക്കുറിച്ച് പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്. ഇനിയാണ് എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അസിസ്റ്റന്റ് നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ശരിക്കും രോമോകത ഇപ്പോഴും സൂപ്പർ ഹിറ്റ് അണ്ണാ, നമ്മ സാറിനോട് പുതുപ്പടം സൂപ്പർ ഹിറ്റ്. ഞാൻ വിളിച്ചു, നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് സൂപ്പർ. ആ ലോ ക്ലാസ്സിനും ഓക്കെ. ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രം അവിടെ നിന്ന് ഉറങ്ങി. ഒരു ജനർ തന്നെയാണ് സംഭവം. ഒരു ബുജി പടം എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും പറയരുത്. ഫ്രെയിം വൈസ് കണ്ടോണ്ടിരിക്കുക, അല്ലാതെ കഥയായിട്ടോ നമുക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നൊന്നുമില്ല. രാവിലെ ഉറക്കമുളച്ച് വന്നേ, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ചേട്ടാ, ലൈക്ക് എനിക്ക് വർക്കായില്ല, അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമുക്ക് എതിരാണല്ലോടാവേ. പക്ഷേ മെയിൻ പ്രശ്നം വെച്ചാൽ ഭയങ്കര ലാഗ് സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് കുലുങ്ങിയ തിയേറ്റർ. പിന്നെ സൗണ്ട് കേട്ട് കുലുങ്ങി. കളിയണ്ടോണ്ടിരുന്നാണ്. ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. കളിയണ്ടോണ്ടിരുന്നാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.